മഞ്ജു ബിഗ് ബോസിൽ ചെയ്തു എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് കണ്ടു എന്നൊരു ഇതായിരുന്നുണ്ട്. നിസ്സാര കാര്യമാണ്, നമ്മളൊരു മോനെ പോലെ അല്ലെങ്കിൽ വാത്സല്യത്തോട് കൂടി. അയ്യോ, ഞാൻ അതുമല്ല പറയുന്നത്. അല്ല, അങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട്. അതും വലിയ ട്രോളുകൾ വന്നു, അതും വലിയ വിവാദമായി. ഈ ബിഗ് ബോസിന് ഇനി വിളിച്ചാൽ പോവോ? അതെന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് പോലെ ഇരിക്കും ചേട്ടാ. സീരിയസ്ലി, ഞാൻ അന്ന് പോയത് എനിക്ക് കുറെ കടം ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു എമൗണ്ട് ചാനലിനോട് സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു. കൊള്ളാം, അപ്പോൾ ഇത്രയും പൈസ എനിക്ക് കിട്ടുന്ന വേറൊരു സ്ഥലമില്ല. ഇപ്പോൾ ഒരു നടിയുടെ ദിവസ വരുമാനം എന്തായിരിക്കുമെന്ന് ചേട്ടന് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പം എൻ്റെ വിചാരം ഇത് ഈസി ആയിട്ട് അങ്ങ് കടന്നു പോകും, ഒരു കുഴപ്പമില്ല. നെവർ ചിന്തിച്ചിട്ടില്ല. ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് അല്ലാതെ ഞാൻ അതിൽ കൂടുതൽ ഒന്നും ഞാനൊരു 2-3 ആഴ്ചയാണ് പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ 50 ദിവസം നിന്നു, അത് മതി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ അകത്ത് കടന്നപ്പോഴാണ് മനസ്സിലായത് ഇതത്ര ഈസി അല്ല എന്നുള്ളത് മനസ്സിലായത്. കാരണം ഞാനും ചേട്ടനും ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെല്ലാം വഴക്കുകൾ ഉണ്ടാവും. എന്റെയും ചേട്ടന്റെയും അഭിപ്രായങ്ങൾ ഒന്നായിരിക്കുമോ? ഒരിക്കലുമില്ല. നമ്മൾ തല്ലുപിടിച്ച് മരിക്കും. ഇതേപോലെ 16 പേരാണ് അവിടെ, ചുറ്റും ക്യാമറ, ഭയങ്കര ഫ്രസ്ട്രേഷൻ. ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെ, അത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഭാവിയിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടായത്? ബിഗ് ബോസ് കൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്. അതല്ലാതെ കരിയറിൽ ഒരു കോട്ടം സംഭവിച്ചോ? എന്നെ സംബന്ധിച്ച് ഇല്ല എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ ഈ സിനിമകൾ വരാത്ത അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ബിഗ് ബോസ് നിന്ന് ഇറങ്ങി ഞാൻ വന്നു, ലോക്ക്ഡൗൺ കഴിഞ്ഞ് പിറ്റേ ആഴ്ച മുതൽ ഞാൻ വർക്കിന് ഇറങ്ങി തുടങ്ങി. എനിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അന്നേരം വർക്ക് ചെയ്തിരുന്നത് കൗമുദി ചാനലിലാണ്. എനിക്ക് ആ ചാനലിനോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ മതിയാവില്ല. കാരണം ആ സമയത്ത് ടെലികാസ്റ്റിംഗ് പോയ എപ്പിസോഡുകൾ ചേട്ടനെടുത്ത് നോക്കണം. ഇവളെ ഒഴിവാക്കൂ എന്ന് പറയുന്ന കമൻറ്റിന് 14-16K ലൈക്കാണ് വരുന്നത്. അത്ര നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റം. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ചാനലിലിട്ടാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കാണണം എന്ന് പറഞ്ഞിട്ട് കൗമുദിയിലിട്ടാലൊക്കെ തെറിവിളി. കൗമുദിക്കും തെറിവിളി. അവർക്ക് പേഴ്സണലി അവരുടെ ലാൻഡ് ലൈനിലോട്ടൊക്കെ കോളുകൾ എന്നിട്ടുണ്ട്. മഞ്ജു തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ്, പല കാര്യങ്ങളും തുറന്നു പറയും. ഫേസ്ബുക്കിലൂടെ ഒന്ന് കരയും അല്ലേ? എത്രയോ ലൈവിൽ കരഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫേക്കാന്നാണ് ചില കമന്റുകൾ വരുന്നത്. അത് എനിക്കിപ്പോൾ ഞാൻ സത്യമാണെന്നും പറഞ്ഞു ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് ചിരി വന്നാൽ ഞാൻ ഒച്ചത്തിൽ ചിരിക്കുന്ന ഒരാളാണ്. സങ്കടം വന്നാൽ എൻ്റെ കണ്ണ് പെട്ടെന്ന് നിറയും. ഞാൻ ഇതുവരെ ഇപ്പോൾ സീനൊക്കെ വായിക്കുമ്പോഴും നമുക്ക് സങ്കടം വരുന്ന ഭാഗമൊക്കെ വരുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകും. അതെന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. ഡയറക്ടർമാർക്ക് സുഖാട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് മറ്റേ ഗ്ലിസറിനും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് ആരും വരാറില്ല. എനിക്ക് ഉറപ്പായിട്ട് സങ്കടം. ചേർത്ത് പിടിച്ചതാരാണ് ഈ വലിയ എന്റെ പ്രതിസന്ധിയിൽ ചേർത്ത് പിടിച്ചത്? എൻ്റെ അമ്മച്ചി, പപ്പ, എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ ആങ്ങള, എൻ്റെ മോൻ. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് മറികടക്കൂലായിരുന്നു. ഇപ്പോഴും അതെ. ഇപ്പൊ ആരൊക്കെ എങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും, എനിക്ക് തോന്നുന്നില്ല മക്കള് പോലും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അപ്പനും അമ്മയും തരുന്ന ഒരു ധൈര്യം അവരെന്തുമാത്രം സഹിക്കുന്നുണ്ടായിരിക്കും അല്ലേ? എൻ്റെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ആള് ഇതേപോലെ മോളെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എൻ്റെ അമ്മച്ചനോട് ചോദിച്ചു. എൻ്റെ അമ്മച്ചിയുടെ കണ്ണീന്ന്, പക്ഷെ എന്നോട് പറയുമ്പോൾ എൻ്റെ അമ്മ കരയുന്നുണ്ട്. പക്ഷെ അവരോട് എൻ്റെ അമ്മ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കൊച്ചിനെ എനിക്കറിയാം, നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിങ്ങ് പോകുന്നു. അതുപോലെ നമുക്ക് വേണ്ടി വാദിക്കാൻ ലോകത്ത് ഒരാളും ഉണ്ടാവില്ല, നമ്മുടെ പാരൻസ് അല്ലാതെ. അപ്പോൾ ചെയ്യൂ ഇനി ഇത് കള്ളത്തരാന്ന് പറയും കുന്തം. അയ്യോ, വേറെന്തേലും ചോദിക്കേ? അഖ്യാതികൾ പറയുന്നവര് പറയട്ടെ. അമ്മ പറഞ്ഞ പോയിന്റിൽ നിന്ന് അമ്മ പറഞ്ഞു എനിക്ക് എൻ്റെ മോളെ അറിയാം, അതിൻ്റെ അപ്പുറത്തേക്ക് ആരും അറിയേണ്ട കാര്യമില്ല. ജന്മം നൽകിയ അമ്മയ്ക്ക് അറിയാം അല്ലേ? എനിക്ക് ഞാനില്ലാണ്ടാവണ വരെ അവര് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല, അവര് നന്നായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ അവരുടെ കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിലാണോ? ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ഒരു വീട് വെച്ചത്. അതെ അതെ. ആ വീട് പടച്ചിട്ടേക്കുവാ.
കാരണം അവിടെ നിൽക്കാൻ ഞങ്ങളാരും ഇല്ലല്ലോ. മോൻ +1 പഠിക്കുന്നത്. അപ്പോൾ അവൻ എൻ്റെ അമ്മച്ചനെയും പപ്പയുടെയും കൂടെയാണ്, അവരാ നോക്കുന്നത്. അപ്പം ഞാനിവിടെ നിന്ന് ചെല്ലുമ്പോൾ നേരെ അമ്മച്ചനെയും പപ്പയുടെ അടുത്ത് ചെല്ലും, ഞങ്ങൾ എല്ലാവരും കൂടി അപ്പുറത്തെ വീട്ടിലോട്ട് പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാലായനം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. ഞാൻ അവരുടെ അടുത്തുനിന്ന് പോയിട്ടില്ല, അവരെൻ്റെ അടുത്തുനിന്നും പോയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ. ഈ പലതും ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നു, ഫേസ്ബുക്കിലൂടെ തുറന്നു പറയുന്നു, അതൊക്കെ പിന്നീട് വേണ്ടായിരുന്നു തോന്നിട്ടുണ്ട്, എന്തെങ്കിലും പറഞ്ഞു അത് വേണ്ട പിൻവലിച്ച കാര്യം തോന്നിട്ടുണ്ട്? ഇതുവരെ തോന്നിച്ചിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ശരിയായിക്കൊള്ളണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതെങ്ങനെ ഞാൻ പറഞ്ഞു പോവും. അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കമന്റ്സ് പോലും പിന്നെ വായിച്ചു നോക്കാറില്ല. ഈ ബോഡി ഷെയിം ഒത്തിരി കേട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഈ അടുത്ത ഈ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. മാഹിയിലൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്, മാഹിയില്. അപ്പോൾ 6:30 പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ 8:30 മണിയായി. 9:15 എനിക്ക് ബസ് ട്രെയിനാണ്. ട്രെയിൻ 9:45 തിരിച്ചെനിക്ക് ഇങ്ങോട്ട് വരണം രാത്രി. 8:30 ആയിട്ട് ഒരു കണക്കിന് പ്രോഗ്രാം വേഗം തുടങ്ങി. എന്നെ ആദ്യം സംസാരിപ്പിച്ച് എക്സ് മിനിസ്റ്ററൊക്കെ ഉണ്ട്, അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ആ കുട്ടിക്ക് പോകേണ്ടതല്ലേ, വേഗം അതിനോട് സംസാരിച്ച് 2 പാട്ടും പാടി. ഞാൻ നിന്ന വേഷത്തിൽ ഇതേപോലെ ഇതിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്, ഇതേപോലെ വലിയ മാലയും പട്ടുസാരിയൊക്കെ കൊടുത്ത് ഞാൻ ട്രെയിനിലോട്ട് ചാടി കയറി. പെട്ടി അവിടെ വെക്കുന്ന മുടി ആകെ തിരക്ക്, വേർത്ത് കുളിച്ച് കയറി ഞാൻ പെട്ടി ഇതിൻ്റെ അടിയിലോട്ട് വെച്ചപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇതേപോലെ ബർത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എൻ്റെ പപ്പയുടെയൊക്കെ പ്രായം ഉണ്ടാവും. അപ്പം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് മഞ്ജു പത്രോസ് അല്ലേ? അപ്പം ഇവൻ അതെ എന്ന് പറഞ്ഞു. എന്താണിത്, വണ്ണം വെച്ചത് എവിടെ പോകുന്നു? അപ്പൊ ഇയാളെന്നെ എനിക്ക് പരിചയമുണ്ടോ? അപ്പൊ ഞാൻ ഈ ചേട്ടൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നെ നേരത്തെ അറിയാവോ? ഇതിപ്പോ അറിയാൻ എന്തിരിക്കുന്നു, ഇങ്ങനെയാണോ ചോദിക്കുന്നത്? പാവം പിടിച്ച മനുഷ്യൻ, അയാൾ പർപ്പസ്ഫുള്ളി എന്നെ വിഷമിപ്പിക്കുന്നതല്ല. എനിക്ക് വണ്ണോണ്ടെന്ന് എനിക്കറിയാലോ, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ. ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് എന്തോ ഞാനിങ്ങനെ എഴുന്നേറ്റ്, എനിക്ക് പിന്നെ ആ ചേട്ടനോട് സംസാരിക്കാനേ തോന്നുന്നില്ല, നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ഇതായി പോയില്ലേ. അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേനും അസുഖങ്ങളൊന്നുമില്ലേ, ഇങ്ങനെ തന്നെ ചോദിക്കുകയാണ്. ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ വേറൊരു ചേച്ചി അവിടെ ഇരിപ്പുണ്ട്, ആ ചേച്ചിനെയും കൂടി പോയി സാരിയൊക്കെ മാറി ഒന്ന് സ്വസ്ഥമായിട്ട് വന്നിരുന്നിട്ട് ഞാൻ ചേട്ടനോട്, ചേട്ടൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. എന്താ എന്ന് ചോദിച്ചു. ഒരാളാദ്യം കാണുമ്പോൾ സുഖമാണോ എന്നൊന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾക്കും നല്ല സുഖം ഉണ്ടാവും, കേൾക്കണവർക്കും നല്ല സുഖം ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒന്ന് ശീലിച്ച് നോക്കാട്ടാന്ന് പറഞ്ഞു. അയ്യോ മോളെ ഞാനതങ്ങനെ ഞാനൊരു തമാശ പറഞ്ഞതാന്ന് പറഞ്ഞു. ഇത്തരം തമാശകളിലൂടെയുള്ള ബോഡി ഷെയിമിങ്ങൾ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. സീരിയസ് ആയിട്ടും ഉണ്ടായിട്ടുണ്ട്. സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞാല് ഇതെന്താണെന്നറിയാമോ, ഈ സീരിയസ്നെസ് എന്ന് പറയുന്നത് നമുക്കാണ്, പറയുന്നവർക്ക് ഇത് സീരിയസ് അല്ല. പറയുന്നവർ വളരെ ലാഘവത്തോടു കൂടി ഒരാളെ കാണുമ്പോഴത്തേനും ചോറുണ്ടോയെന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന കാര്യമാണ്. എന്തുവാടാ എന്തിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു, എന്താ ഇങ്ങനെ? അവർക്കൊരു ഭയങ്കര സുഖമാണത് കേൾക്കുന്ന. നമുക്കാണ് ഇത് ഭയങ്കര. അല്ലാതെ എന്നെ പർപ്പസ്ഫുള്ളി കറുപ്പല്ലേ നീങ്ങി നിൽക്കൂ, അല്ലെങ്കിൽ വണ്ണമല്ലേ നീങ്ങി നിൽക്കൂ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിരിക്കുന്നത് മുഴുവൻ ഇതേപോലെ എന്താ പറയാ, ഉത്തരവാദിത്തമില്ലാത്ത, സമൂഹത്തിനോട് ഉത്തരവാദിത്തം ഇല്ലാത്ത കോമഡികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ബോഡി ഷെയ്മിങ്ങുകളാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം ഇത് പറയും, 2 പ്രാവശ്യം പറയും, 3ാമത്തെ പ്രാവശ്യം ഇപ്പം എന്തെങ്കിലും എഴുതിയിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കും, അപ്പം അത് വേണ്ട എന്ന് പറയും. അതെന്തുകൊണ്ടാണ് വേണ്ടെന്ന് പറയണത്? ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് വേണ്ട. അല്ലാതെ ഇത് വായിക്കുമ്പോൾ ഇത് വേണ്ട കേട്ടോ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ X or Y, അപ്പുറത്തിരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ, അയാൾ ഇതിന്റെ വഴക്കുണ്ടാക്കും. ഇത് പറയണ്ട എന്ന് പറയുന്നതിലും വ്യത്യാസമാണ് ഈ സാധനം വേണ്ട കേട്ടോ, ഇത് ശരിയല്ല എന്ന് പറയുന്നത്, അല്ലേ? ഇത് വേണ്ട, ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. ഈ കറുപ്പിന്റെ പേരിൽ ഇപ്പൊ തമാശക്കാണെങ്കിലും എന്നാ പറഞ്ഞത്, സീരിയസ് ആയിട്ട് അങ്ങനെ എന്റെ നിറം കറുപ്പാണ്, നമുക്ക് സ്വയം പറയാം ഞാൻ കറുത്തതാണ്, അല്ലെ ഞാനും അതെ മഞ്ജു, അതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എന്റെ അറിവിലില്ല. ഇനി എവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല.
നമ്മളോടിത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിവാക്കണമെങ്കിൽ നമ്മളോടത് നേരിട്ട് പറയില്ലല്ലോ. പറയില്ല. വേറെ എന്തെങ്കിലും റീസൺ പറയാതെ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്ന്. ചാൻസ് ഇല്ല. ട്രോളുകൾ കാണുമ്പോൾ എൻജോയ് ചെയ്യാറുണ്ടോ? എന്ത് റോള്? ട്രോളുകൾ വരില്ലേ, മഞ്ജുവിന്റെ വാക്കുകൾ വെച്ച് ട്രോളുകൾ, അത് എൻജോയ് ചെയ്യുകയാണോ അതോ വിഷമിപ്പിക്കാറുണ്ടോ? ഇല്ലില്ല. ബിഗ് ബോസിൽ നിന്ന് വന്ന ആരെങ്കിലും ഇതൊക്കെ കാണുമ്പോ വിഷമിക്കും ഇഷ്ടാ? എനിക്ക് പറ്റിയ തെറ്റാണ് ആ ചോദ്യം അല്ലേ? വിഷമിക്കാറില്ല. വിഷമിക്കാറില്ല.